കാർ ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും ലഭ്യമാകുന്നില്ല എന്നുള്ളതിനെ പറ്റി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഗതാഗത വകുപ്പ് മന്ത്രി മറുപടി നൽകുകയുണ്ടായി. ഉടനെ തന്നെ പ്രിന്റിംഗ് ആരംഭിക്കും, ലഭിക്കേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യത്യസ്തമായ മാർഗവും അദ്ദേഹം പറയുകയുണ്ടായി. നേരിട്ട് തപാൽ മാർഗം അയക്കാതെ കണ്ട് നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ അധികാരപരിധി പെടുന്ന RTO ഓഫീസ് ഏതാണോ അവിടെ നേരിട്ട് പോയി നമുക്ക് വാങ്ങാം. സംഭവമൊക്കെ കൊള്ളാം. ഇതിൻ്റെ പിന്നിലെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയട്ടെ. ഒരെണ്ണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 45 രൂപ പോസ്റ്റൽ ചാർജ് അങ്ങോട്ട് വിഴുങ്ങി. അത് പോട്ടെ, നമ്മൾ ഈ ലൈസൻസ് എടുക്കാനും RC കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഫീസ് കൊടുക്കുന്നുണ്ട്. അതിൽ പെടുന്നതാണ് 45 എന്ന് വിചാരിച്ച് സമാധാനിക്കാം. ഇനി മറ്റൊരു കാര്യം, കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് RTO ഓഫീസിൻ്റെ പ്രവർത്തന സമയം. ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ ചെന്ന് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒഴിവ് പോലെ ആയിരിക്കും നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ RC ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് ലഭിക്കുക. ഒഴിവ് പോലെ എന്നുള്ളത് ഒരിക്കലും മോശമായ അർത്ഥത്തിലല്ല പറഞ്ഞത്. അവർക്ക് അവരുടേതായ ജോലി തിരക്കുകൾ ഉണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ഒരാൾ വന്നു ഒരു സാധനം ആവശ്യപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്തു. അടുത്തൊരു പണിക്ക് ഇരിക്കുമ്പോഴും വേറൊരാൾ വന്നിട്ട് വേറൊരു സാധനം ആവശ്യപ്പെടുക. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിൽ വിഷമമുണ്ടായിരിക്കും. ഒരു പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ദേഷ്യവും വിഷമവും എല്ലാം ഉള്ളതുകൊണ്ടും നമ്മുടെ സ്വന്തം സ്ഥാപനമായതുകൊണ്ട് കസ്റ്റമറെ മുഷിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മളതെടുത്തു കൊടുക്കും. RTO ഓഫീസ് ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ളവരായിരിക്കും എല്ലാവരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ ബാങ്ക്, ഇവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെയാണ് കിങ്ങെങ്കിലും സ്വാഭാവികമായും കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാറുള്ളൂ. ഇതിപ്പോൾ കമ്പ്യൂട്ടറിൽ തിരഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമല്ല. പ്രിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ RC തിരഞ്ഞെടുത്ത് തരണം. സമയമെടുക്കും. കാലത്തൊരു 10 മണിക്ക് പോയാൽ ഒന്നുകിൽ സെക്ഷനിൽ ആളില്ലെങ്കിൽ അടുത്ത ദിവസം വരാൻ ആവശ്യപ്പെട്ടേക്കാം. എന്തോ ആവട്ടെ, അന്ന് തന്നെ കിട്ടുമെന്ന് വിചാരിക്കുക. നമുക്ക് ചെന്ന വഴിക്ക് കിട്ടിയെന്ന് തന്നെ കൂട്ടിക്കോളൂ. എന്നാലും നമുക്ക് എത്ര വിഷമമുണ്ട്. ഈ പറഞ്ഞ RTO ഓഫീസിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലി, സ്വന്തം വാഹനത്തിൽ പോവുകയാണെങ്കിൽ പെട്രോൾ അടിച്ച് പോകണം, അതിൻ്റെ ചിലവ്. അങ്ങനെ പോകുമ്പോൾ ഈ വാഹനം പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. മിക്ക RTO ഓഫീസുകളും തിരക്ക് പിടിച്ച പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണുള്ളത്. അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പേ ആൻഡ് പാർക്കിനെ ആശ്രയിക്കേണ്ടി വരാം. അല്ലെങ്കിൽ മാമന്മാരെ പെറ്റിയടിക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല. റോഡിൽ പാർക്ക് ചെയ്താൽ അതിൻ്റെ ചിലവ്. ഇതിനൊക്കെ പുറമെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് ഒരു ദിവസത്തെ ലീവ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നും ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ലീവ്. ഇതിൻ്റെയൊക്കെ ചിലവ് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അധികമാണ്. അപ്പോൾ ഈ നേരിട്ട് RTO ഓഫീസിലെത്തി ലൈസൻസ് അല്ലെങ്കിൽ RC കൈപ്പറ്റണം എന്നത് നല്ല കാര്യമാണോ എന്നൊന്ന് ആലോചിക്കുക. ഇനി നമ്മുടെ ബന്ധുവാണ് പോകുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ബന്ധു പോവുകയാണെങ്കിൽ അവർക്കിത് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്കത് അറിയില്ല. അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾ വേറെയും. ഇതിനേക്കാളൊക്കെ നല്ലത് ഇത് പോസ്റ്റലായിട്ട് അയച്ചാൽ പോരെ. ഇനി ഇത് പ്രിൻ്റ് അടിച്ച് ഓരോ RTO ഓഫീസിൽ എത്തിക്കുന്ന സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ദിവസം കൂടുതൽ എടുക്കുകയാണെങ്കിൽ വാഹന ഉടമയ്ക്ക് അല്ലെങ്കിൽ ലൈസൻസ് ഓണർക്ക് നേരിട്ട് ഇത് വീട്ടിൽ കൈപ്പറ്റാവുന്നതേ ഉള്ളൂ. എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാടിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, അനുഭവിക്കുക തന്നെ. ലൈസൻസ് കിട്ടിയാൽ അക്കാര്യം ഒന്ന് അറിയിക്കുമല്ലോ എല്ലാവരും.